ഹായ് ഗേസ്, വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു സ്നാക്ക് റെസിപ്പി ആയിട്ടാണ് കേട്ടോ. കുറച്ച് ഹെൽത്തി ആയിട്ടുള്ള ഒരു സ്നാക്കാണിത്. അപ്പോൾ നമ്മളെപ്പോഴും അരിപ്പൊടിയൊക്കെ മാത്രം വെച്ചിട്ടാണ് അവലോസ് ഉണ്ടയൊക്കെ തയ്യാറാക്കാറുള്ളത്. അപ്പോൾ ഇന്ന് കുറച്ച് ഹെൽത്തി ആയിട്ട് ഓട്സും കൂടെ ചേർത്തിട്ടുള്ള ഒരു അവലോസ് ഉണ്ടയാണ് ഇന്ന് കാണിക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ഇത് തയ്യാറാക്കുക എന്നുള്ളതൊന്ന് കണ്ടു നോക്കാം. അപ്പോൾ അവലോസ് ഉണ്ട തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ആദ്യം തന്നെ നമ്മളിവിടെ ഒരു 1.5 കപ്പ് പച്ച അരിപ്പൊടി എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. വറുക്കാത്ത അരിപ്പൊടിയാണ്. അതുപോലെ തന്നെ നമ്മൾ പത്തിരിക്കൊന്നും എടുക്കുന്ന പൊടിയൊന്നും ഇതിന് പറ്റില്ല. അപ്പോൾ ഞാനിവിടെ പച്ചരി നന്നായിട്ട് ഒരു 3-4 മണിക്കൂർ കുതിർത്ത് വെച്ചതിന് ശേഷം ഇതുപോലെ ഒന്ന് ഡ്രെയിൻ ചെയ്ത് വെച്ച് വെള്ളമൊക്കെ വാർന്നു പോയി. പിന്നെ ഒരു കിച്ചൺ ടവലിലിട്ട് ഒന്നും കൂടി ഡ്രൈ ആക്കിയിട്ട് മിക്സിയുടെ ജാറിലിട്ടിട്ട് പൊടിച്ചെടുത്തു. എന്നിട്ട് നമ്മൾ പുട്ടിനൊക്കെ തരിച്ചെടുക്കുന്ന ആ ഒരു തരിപ്പയിൽ തരിച്ചെടുത്തിട്ടുള്ളതാണ് കേട്ടോ. കുറച്ചൊരു തരിയോട് കൂടിയിട്ടുള്ള പൊടിയാണ് വേണ്ടത്. അപ്പോൾ ഇതിപ്പോൾ ഒരു 1.5 കപ്പ് പൊടിയാണ് കേട്ടോ ഞാൻ എടുത്തിട്ടുള്ളത്. ഇതിനെ ഒരു സൈഡിലേക്ക് അങ്ങ് മാറ്റി വെക്കാം. എന്നിട്ട് നമുക്ക് സ്റ്റൗവിൽ ഒരു ചെറിയ പാനിൽ ഒരു അല്പം നെയ്യ് ഒഴിച്ചു കൊടുക്കുക. അതിലേക്ക് നമുക്ക് അല്പം കാഷ്യൂ നട്ടും അല്പം കിസ്മിസും കൂടി ഇട്ട് കൊടുത്തിട്ട് ഒന്ന് വറുത്തെടുക്കണം. അപ്പോൾ ഇതിവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് കോരിയെടുത്തിട്ട് മാറ്റി വെക്കാം. ഇത് നമുക്ക് ലാസ്റ്റാണ് വേണ്ടത്. ഇനി നമുക്കിതുപോലെ ഏതെങ്കിലും ഒരു ചുവട് കട്ടിയുള്ള പാത്രം അടുപ്പത്ത് വെക്കുക. ഞാനിപ്പോൾ ഇവിടെ നോൺ സ്റ്റിക്കിൻ്റെ ഒരു കടായിയാണ് എടുത്തിട്ടുള്ളത്. ഇനി നിങ്ങളുടെ അടുത്ത് ഉരുളിയൊക്കെ ഉണ്ടെങ്കിൽ അതെടുത്താലും മതി. ഇനി നമുക്കിതിലേക്ക് നമ്മൾ നേരത്തെ എടുത്തു വെച്ചിട്ടുണ്ടായിരുന്ന 1.5 കപ്പ് പൊടി ഇട്ട് കൊടുക്കാം. ഇനി പൊടി നന്നായിട്ടൊന്ന് വറുത്തെടുക്കണം. നമ്മൾ സാധാരണ അവലോസും പൊടിയൊക്കെ ഉണ്ടാക്കുന്നത് പോലെ തന്നെ ഇപ്പോൾ കുറച്ച് കൂടുതൽ സമയം വെച്ചിട്ട് തന്നെ വറുത്തെടുക്കണം. അപ്പോൾ ഇതിപ്പോൾ കുറച്ച് പൊടി ആയതുകൊണ്ട് പെട്ടെന്ന് തന്നെ റെഡിയായി കിട്ടും. പൊടി ഇപ്പോൾ നന്നായിട്ടൊന്ന് ചൂടായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് 1 കപ്പ് തേങ്ങ ചിരവിയത് ഇട്ട് കൊടുക്കാം. എന്നിട്ട് കൈയെടുക്കാതെ ഇളക്കി നന്നായിട്ട് തന്നെ വറുത്തെടുക്കുക. ഇതിലേക്ക് നമുക്കൊരു 1/4 ടീസ്പൂണ് ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ട് വറുത്തെടുക്കാം. അരിപ്പൊടി ഇതുപോലെ നന്നായിട്ട് വറുത്തെടുക്കണം. അപ്പോൾ അരിപ്പൊടി വറവായി കഴിഞ്ഞാൽ ചെറുതായിട്ടൊന്ന് കളറ് മാറി വരും. ഒരു ഗോൾഡൻ ബ്രൗൺ കളറൊക്കെ ആയി വരും കേട്ടോ. അപ്പോൾ ഇത് ചെറുതായിട്ട് കളറൊക്കെ മാറി വന്നിട്ടുണ്ട്. പിന്നെ നമുക്കിത് എടുത്ത് കഴിച്ച് നോക്കിയാലും അറിയാൻ പറ്റും കുറച്ചൊരു ഹാർഡായിട്ടുണ്ടാവും. ഇനി നമുക്കിതിലേക്ക് 1 കപ്പ് ഓട്സും കൂടെ ഇട്ട് കൊടുക്കാം. ഓട്സ് ഇട്ട് കഴിഞ്ഞിട്ട് പിന്നെ ഒരു 2 മിനിറ്റും കൂടെ വറുത്തെടുത്താൽ മതി. ഇനി നല്ല ഹൈ ഫ്ലെയിമിൽ ഇട്ടിട്ട് തന്നെ ഇതൊരു 2 മിനിറ്റും കൂടി നമുക്ക് വറുത്തെടുക്കാം. ഇതിലേക്ക് നമുക്ക് 1 ടീസ്പൂൺ ഏലക്കാപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ പഞ്ചസാര ചേർത്ത് പൊടിച്ചിട്ടുള്ള ഏലക്കാപ്പൊടിയാണ് കേട്ടോ. അപ്പോൾ 1-1.5 ടീസ്പൂണൊക്കെ ചേർത്ത് കൊടുക്കാം. ഫ്ലേവറിനനുസരിച്ച് ചേർത്ത് കൊടുത്താൽ മതി. പിന്നെ നമ്മൾ സാധാരണ ജീരകമൊക്കെ ചേർത്ത് കൊടുക്കാറുണ്ട് സാധാരണ അവലോസും പൊടിയിൽ. അതും വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഇവിടെ ജീരകം ചേർത്ത് കൊടുത്തിട്ടില്ല. ചെറിയ ജീരകമാണ് കേട്ടോ ചേർത്ത് കൊടുക്കാറുള്ളത്. അതൊക്കെ ചേർത്ത് കൊടുക്കാൻ വേണമെങ്കിൽ. അപ്പോൾ ഇതിവിടെ വറവായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ആക്കാം. എന്നിട്ട് നമ്മൾ നേരത്തെ വറുത്തെടുത്തിട്ടുണ്ടായിരുന്ന അണ്ടിപ്പരിപ്പ് മുന്തിരിയൊക്കെ ചേർത്ത് കൊടുത്തിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇത് ഉണ്ടയാക്കാതെ ഇതുപോലെ നേരിട്ട് കഴിക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു സമയത്ത് തന്നെ പഞ്ചസാരയും കൂടി ചേർത്ത് കൊടുത്തിട്ട് മിക്സ് ചെയ്തെടുത്താൽ മതി. അപ്പോൾ നമ്മൾ അവലോസും പൊടിയൊക്കെ കഴിക്കുന്നത് പോലെ തന്നെ കഴിക്കാം. അപ്പോൾ ഞാനിവിടെ ഇത് ഉണ്ടയാക്കാൻ പോവുകയാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു 3/4 കപ്പ് പഞ്ചസാര എടുത്തിട്ടുണ്ട്. അതൊരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതിലേക്കൊരു 3/4 കപ്പ് വെള്ളം കൂടെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് തിളപ്പിച്ചെടുക്കണം. പഞ്ചസാര ഒന്ന് മെൽറ്റായി കുറച്ച് തിക്കായിട്ട് വരണം കേട്ടോ ഈ ഒരു സിറപ്പ്. ഇപ്പോൾ പഞ്ചസാരയൊക്കെ നന്നായിട്ട് മെൽറ്റായിട്ടുണ്ട്. ഇനി ഇതൊന്നും കൂടെ തിളച്ച് ഒന്ന് തിക്കായിട്ട് വരട്ടെ. ഒരു 1 സ്റ്റെയർ കൺസിസ്റ്റൻസി ആവണം കേട്ടോ. നമ്മൾ കയ്യിലെടുത്താൽ ഇങ്ങനെ ഒട്ടിപ്പിടിച്ച് ഒരു നൂൽ പരുവാവില്ലേ, ആ ഒരു പരുവത്തിലായാൽ മതി. ഇപ്പോൾ നമ്മുടെ പഞ്ചസാര സിറപ്പ് ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. കുറച്ച് തിക്കായി വന്നിട്ടുണ്ട് കേട്ടോ. ചെറുതായിട്ടൊരു ഒട്ടുന്ന ആ ഒരു പരുവത്തിലൊക്കെ ആയി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ആക്കിയിട്ട് നമ്മൾ വറുത്ത് വെച്ചിട്ടുണ്ടായിരുന്ന പൊടിയിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഇത് ചൂടാറുന്നതിന് മുമ്പ് തന്നെ ഉരുട്ടിയെടുക്കണം കേട്ടോ. അല്ലെങ്കിൽ ഇത് പെട്ടെന്ന് സെറ്റായി പോവും പഞ്ചസാര നന്നായിട്ട് കട്ടിയായിട്ടുണ്ടെങ്കിൽ. അപ്പോൾ നമുക്കിനി ഇത് പെട്ടെന്ന് ഉരുട്ടിയെടുക്കാം. അപ്പോൾ ഞാനിവിടെ ഇത് മുഴുവനും ഉരുട്ടിയെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഇനി ഇങ്ങനെ ഉരുളയായിട്ട് വേണ്ടാന്നുണ്ടെങ്കിൽ ആ പൊടിയിൽ പഞ്ചസാര ചേർത്തിട്ട് കഴിച്ചാലും മതി. അപ്പോൾ അതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് ചെയ്യാം.
എല്ലാവർക്കും ഈ ഒരു റെസിപ്പി ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, അതുപോലെ ഷെയർ ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ താഴെ കമൻറ്റ് ചെയ്യുക. പിന്നെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും കൂടെ ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ ഇനി മറ്റൊരു നല്ല റെസിപ്പിയുമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക്